ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും തെറ്റായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമാണ് പഞ്ചശീലത്തിൽ സ്ഥാപിക്കുന്നത്. സിംഹം ജന്മനാ തന്നെ രാജാവാ. ഈ ഒരു ക്വാളിറ്റിയാ, ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാകുക. അതായത് നമ്മൾ തന്നെ ജന്മം കൊണ്ട് തന്നെ നമ്മളെ രാജ്യത്തിലെ രാജാവാണ്. വാസ്തുവിൽ സമൃദ്ധിന്റെ പ്രതീകമായിട്ട് കാണിക്കുന്നത് പിഗ്, അതായത് പന്നീരിയാണ്. ആ കൂടി 3 ലോഹങ്ങളിലാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഒന്നുകിൽ വെള്ളിയിലാക്കുക, അല്ലെങ്കിൽ ചെമ്പിലാക്കുക, ഏതെങ്കിലും ഒരു ലോഹത്തിലേ പാടുള്ളൂ. മിശ്രിതമായിട്ട് ചെയ്യരുത്. ഒരു വീട്ടിന്റെ അവസാനത്തെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചശീല സ്ഥാപിക്കില്ല. നമ്മളെവിടെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ഇവൻ വലിയ വലിയ ആളുകൾ വരെ പടീൻ്റെ അടിയിൽ പഞ്ചശീലസ് വെക്കാനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. പടീൻ്റെ അടിയിൽ വെക്കുന്നത് പഞ്ചശിരസല്ല, പഞ്ചലോഹമാണ്. നമ്മളെ വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയും. അതായത് ഒരു സങ്കല്പമാണ്. അതായത് വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായിട്ട് ഒരു രൂപം കിടക്കുന്നതായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ 9 ദേവതകളുണ്ട്. ഈ പഞ്ചശിരസ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കുറേ നാളുകൾക്ക് മുമ്പ് കേട്ടതാ. എന്താണ് ഈ പഞ്ചശിരസ് എന്ന് പറയുന്നത്? അതിന്റെ വിധി എന്തായിരിക്കും? വെരി ഗുഡ്. പഞ്ചശിരസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്. സാധാരണ ഗതിയിലെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും തെറ്റായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമാണ് പഞ്ചശീലത്തിൽ സ്ഥാപിക്കുന്നത്. ഇതിന് പല കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അതെന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയാത്തത്. 2, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് കേരളത്തിലെ എന്താ പറയുക തന്ത്രിമാർക്ക് വരെ സംശയമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്കൊരു സംശയം വന്നാൽ ഒരു അമ്പലത്തിലെ നമ്പൂതിരിനോട് അല്ലെങ്കിൽ ഇവരോടൊക്കെ ചോദിക്കും. പക്ഷെ ഇവരാരും വാസ്തു പഠിച്ചവരല്ല. പക്ഷെ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരതും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താവും, അതൊരു തെറ്റായ ആപ്ലിക്കേഷനായി മാറും. ഒന്നാമത്തൊക്കെ പറയുകയാണെങ്കിൽ പഞ്ചശിരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ? അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 മൃഗങ്ങളുടെ തലയാണ്. തലയുടെ എന്താ പറയുക, അതിൻ്റെ പ്രിൻ്റാണത്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈയിൽ വെച്ച് പ്രസ് ചെയ്തെടുത്തത്. ഇത് പല ലോഹത്തിലും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആദ്യം ഇതെന്താണെന്ന് പറയാം. അപ്പോൾ നടുക്ക് ഭാഗത്ത് ആമയുടെ തലയാണ്. ആമ എന്ന് പറഞ്ഞാൽ ടോർട്ടോയ്, അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘകാലം ജീവിച്ചിരിക്കുക. അതായത് ഒരു ആമയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു 400 വർഷം വരെയൊക്കെ എത്തും. ഏറ്റവും ചുരുങ്ങിയ 100 വർഷത്തിൽ എന്തായാലും കൂടുതലുണ്ടാവും. 200, 300 ഒക്കെ വരും. അപ്പോൾ അതുമാതിരി ദീർഘായു. ആ വീട്ടുകാരന് ഒരുപാട് വയസ്സുണ്ടാവണം, ദീർഘായുസ് ഉണ്ടാവണം. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ളതായിട്ട് അപമൃത്യു ഒന്നും ഉണ്ടായിരുന്നത്, ദീർഘായുസ് ഉണ്ടാവണം. അതാണ് ആമയുടെ. രണ്ടാമത് പറയുക കിഴക്ക് ഭാഗം. കിഴക്ക് ഭാഗത്ത് പറയുക ആനയുടെ തലയാണ്. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേധാശക്തി എന്ന് പറയും. അതായത് എപ്പോഴും സ്വന്തമായിട്ട് വഴി ഉണ്ടാക്കി പോണിയാണ് ആന. ഒരിക്കലും ഒരു ഉണ്ടാക്കിയ വഴി കൂടെ പാപ്പാൻ തെളിച്ച പോണ ആനയെന്നല്ല കേട്ടോ പറയുന്നത്, റിയൽ ആയിട്ടുള്ള ആന. അവിടെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ ഇതാവും. അപ്പം പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നം വന്നാൽ മുപ്പരെടുത്ത് അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ചോദ്യം ഇതാണ്, പ്രശ്നമാണോ വലുത് അതോ ഞാനാണോ വലുത്? ഞാൻ ഒരു ആനയെ പോലെ അങ്ങോട്ട് വലുതായല്ലോ, അപ്പം പ്രശ്നം ചെറുതാവും. ഇതാണ് തുമ്പിക്കൈ കാണിക്കുന്നത്. അപ്പം ആ ഒരു ക്വാളിറ്റിയും നമുക്കൊരു ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഒരു വീട്ടുകാരനായിട്ടുള്ള ഒരാൾക്ക് വേണം. അതാണ് കിഴക്ക് ഭാഗത്ത് ആനേനെ കൊടുക്കുന്നത്. പിന്നെ വരുന്നതാണ് തെക്ക് വശം. തെക്ക് വശം പോത്ത് എന്ന് പറയും. അതായത് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് യമൻ്റെ വാഹനം, മെയിൽ ഓക്സസ്, റിഡ എന്ന് പറയും. അപ്പോൾ അതായത് എന്ന് പറഞ്ഞാൽ കാലൻ എന്ന് പറയും. കാലം എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ അപ്പുറം, ബിയോണ്ട് ടൈം. അതായത് നമ്മൾ ഈ ബോഡിയൊക്കെ എക്സ്പയർ ആയിപ്പോവും, പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ സോക്കോള എനർജി അത് സ്ഥിരമായിട്ട് നിൽക്കുക എന്ന് പറയുക. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ, അതായത് സ്ഥിരത എന്നാണ് ആ വാക്കിൻ്റെത്. ഇപ്പോൾ നമ്മൾ റോട്ടുമ്മൽ ഇത് കിടക്കുകയാണെങ്കിൽ എത്ര ഹോണടിച്ചാലും അത് മാറുമോ? മാറില്ല. അതേമാതിരി സ്ഥിരത ഉണ്ടാകുക എന്നുള്ളതാണ് തെക്ക് വശത്ത് പോത്തിൻ്റെ തല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഴക്ക് വശത്ത് പടിഞ്ഞാറ് വശത്ത് സിംഹം, അതായത് ദേവിയുടെ വാഹനം. എപ്പോഴും കേട്ടിനോ, കാട്ടിലൊരു ഇലക്ഷൻ നടന്നു, സിംഹം ജയിച്ചു, സിംഹം രാജാവായി, അങ്ങനെ കേട്ടിട്ടുണ്ടോ? സിംഹം ജന്മനാ തന്നെ രാജാവാ. ഈ ഒരു ക്വാളിറ്റിയാ, ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാകുക. അതായത് നമ്മൾ തന്നെ ജന്മം കൊണ്ട് തന്നെ നമ്മളെ രാജ്യത്തിലെ രാജാവാണ്. ആ വീട്ടിലുള്ള അധിപൻ ആ വീട്ടിലെ രാജാവായിരിക്കണം. ആ ക്വാളിറ്റി വരാനാണ് പടിഞ്ഞാറ് വശത്ത് സിംഹത്തിന് വെക്കുന്നത്. പിന്നെ വരുന്നതാണ് വടക്ക് വശം. ഈ രസം എന്താണെന്ന് അറിയാം, വാസ്തുവിൽ സമൃദ്ധിൻ്റെ പ്രതീകമായിട്ട് കാണിക്കുന്നത്
പിഗ്, അതായത് പന്നീനെയാണ്. നമ്മൾ ചില കുടുക്കുകളൊക്കെ ഇങ്ങനെ കുടുക്കകളൊക്കെ ആ പന്നി അത് ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് പിഗി ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണത്? എന്തുകൊണ്ടാണ് പന്നീന്റെ അടുത്ത് അല്ലേ? കണ്ടിട്ടുണ്ടല്ലോ പന്നീന്റെ കുടുക്കൊക്കെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പന്നീനെ തന്നെ ഉപയോഗിച്ച്? കാരണം സമൃദ്ധിയുടെ ലക്ഷണമായിട്ട് കാണിക്കുന്ന ഈ പന്നീനെ, അതായത് വടക്ക് വശത്ത് വരുന്നത്. അതിനൊരു കാരണമുണ്ട്. അതിന് പറയാ ബഹുപ്രസവീന, അതായത് ഒരു വർഷത്തിൽ 3 പ്രാവശ്യം പ്രഗ്നൻ്റ് ആകുന്ന ജീവിയാണ് പന്നി. അപ്പോൾ ഓരോ പ്രസവത്തിലും 20-30 കുട്ടികളുണ്ടാവും. നഴ്സറി സ്കൂൾ വിട്ടാൽ ഇങ്ങനെ അങ്ങോട്ട് വരും. അതായത് സമൃദ്ധി. അപ്പോൾ ആ ഒരു സമൃദ്ധി ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വടക്ക് വശം വന്നിട്ട് പന്നിയുടെ തലയുടെ ഇത് വരുന്നത്. ഇതൊന്നും ഒറിജിനൽ തലയല്ല കേട്ടോ, അതായത് പക്ഷെ ലോഹ ഒറിജിനൽ ആയിരിക്കണം, അത് മസ്റ്റാ. അപ്പൊ ഇതിലൊന്ന് പറയാൻ കാരണമുണ്ട്. ഞാൻ ഈ ഒരു ഇത് കൊടുക്കണം എന്ന് പറയാൻ കാരണം അതാണ്, കുറെ തെറ്റായിട്ട് ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഷോപ്പുകളിൽ പോയാലും ഇതിൻ്റെയൊക്കെ പോയി കഴിഞ്ഞാൽ പഞ്ചലോഹത്തിലൊക്കെ ഇത് ഉണ്ടാക്കി കാണിക്കും. തെറ്റാണത്. ആ കൂടി 3 ലോഹങ്ങളിലാണ് ഇത് പറയുന്നത്. ഒന്നുകിൽ സ്വർണ്ണത്തിൽ, ഇതിപ്പോൾ സ്വർണത്തിൻ്റെയാണ്. എന്നിട്ട് കൂട് ചെമ്പിൻ്റെ ആയിരിക്കും കേട്ടോ, കാരണം അത്രയും വലിയ കൂട് ഇതാകുക എന്ന് പറഞ്ഞതായി. അല്ല എങ്കിൽ ചെമ്പിൽ, ഇല്ല എങ്കിൽ വെള്ളിയിൽ. അപ്പം ഇതിനൊക്കെ ഓരോ കാലാവധിയും പറയുന്നുണ്ട്. ഇപ്പം ചെമ്പിലാണ് ഉണ്ടാക്കിയെങ്കിൽ അത് 1 വർഷം നിലനിൽക്കുന്ന, 1 വർഷം കഴിഞ്ഞാൽ പൊളിക്കൊന്നും വേണ്ട, അവിടെ തന്നെ നിൽക്കും. രണ്ടാമത് പറയുന്നത് വെള്ളിയിലാണെങ്കിൽ 6 വർഷം എന്ന് പറയാം, സ്വർണത്തിലാണെങ്കിൽ 12 വർഷം എന്ന് പറയാം. അപ്പൊ ആ ഒരു എനർജി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പഞ്ചശിരസ് സ്ഥാപിക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ദോഷങ്ങൾ വരിക, അതായത് കണക്കിൽ പിഴവ്, മർമ്മദോഷം, മർമ്മപീഡ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പ്രസൻസ് ഉണ്ടാകുക, ഇങ്ങനെ എന്തൊക്കെ കണക്ക് തെറ്റുപോയി. അപ്പം ഇതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള നമ്മളെ തന്ത്രയിൽ പറയുന്ന ഒരു സൊല്യൂഷനാണ് പഞ്ചശിര സ്ഥാപനം. ഇതാണ് ഇനി. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾ വെള്ളിയിലാക്കുക അല്ലെങ്കിൽ ചെമ്പിലാക്കുക, ഏതെങ്കിലും ഒരു ലോകത്തിലേ പാടുള്ളൂ, മിശ്രിതമായിട്ട് ചെയ്യരുത്. അത് റോങ് ആണത്. കാരണം അതിൻ്റെ വിധി അതല്ല. അപ്പോൾ കുറേ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ കേരളത്തിലുള്ള മനുഷ്യാലയ ചന്ദ്രികയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി അടുത്തൊരു കാര്യം പറഞ്ഞത് ഇതെവിടെയാണ് സ്ഥാപിക്കാന്ന് അല്ലേ? അപ്പം ഇതെവിടെയാണ് സ്ഥാപിക്കാന്ന് ചോദിച്ചാൽ വാസ്തു എപ്പോഴും നോക്കുക വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. അതായത് സ്ഥപതി ഹൃദയസ്ഥാനെ സ്ഥിത്വ പ്രക്ഷാ ചതുർദശി എന്ന് പറയും. അതായത് സ്ഥപതി ആയിരിക്കുന്ന ആള് ഹൃദയസ്ഥാനം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ നടുക്ക് വന്ന് നിന്നിട്ട് വേണം എല്ലാ ഭാഗവും നോക്കാൻ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നടുക്കുന്ന നോക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ പ്രധാന വാതിലിൻ്റെ സിംഹദ്വാരം എന്ന് പറയും, അതായത് മെയിൻ ഡോർ. പ്രധാന വാതിൽ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ പ്രധാന വാതിലിൻ്റെ വലതുവശത്ത് വാതിൽക്കട്ടലേൻ്റെ നേരെ മുന്നിൽ തറയിൽ വേണം ഇതിനെ കുഴിച്ചിടാൻ. ആ കൂടി 3 ഇഞ്ചേ വരുള്ളൂ കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് തന്നെ കുഴിച്ച് വെക്കണം എന്നാണ്. കാരണം ഇത് ലാസ്റ്റുള്ള അതിനുള്ള മരുന്നാണ്. അഥവാ എന്തെങ്കിലും ഒരു വീട്ടിൻ്റെ അവസാനത്തെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചശീല സ്ഥാപിക്കില്ല. അതോടുകൂടി അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട്, കണക്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതോടുകൂടി സോൾവ് ആയിരുന്ന. അപ്പോൾ യാതൊരു കാരണവശാലും പടിയുടെ അടിയിൽ വെക്കരുത്. നമ്മളെവിടെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ഇവൻ വലിയ വലിയ ആളുകൾ വരെ പടീൻ്റെ അടിയിൽ പഞ്ചശിരസ് വെക്കാനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ പടീൻ്റെ അടിയിൽ വെക്കുന്നത് പഞ്ചശിരസല്ല, പഞ്ചലോഹമാണ്. പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ 5 ലോഹങ്ങൾ വരും. വെള്ളം, വെള്ളി, ചെമ്പ്, സ്വർണം, ഈയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 5 ലോഹങ്ങളുടെ ചെറിയൊരു ഡോട്ട് മാതിരി ഉണ്ടാവും. അതിങ്ങനെ അത് വെക്കും. പിന്നെ അതുമാതിരി തന്നെ പഞ്ചരത്നങ്ങളും വെക്കും. അതൊക്കെ സമൃദ്ധി വരിക എന്നുള്ളതിലാണ്. അതായത് നമ്മളെ മെയിൻ പടി ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ഈ സ്വർണത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ട് ഈ 5 ലോഹങ്ങളുടെ ചെറിയ ചെറിയ ഒരു ഡോട്ട് മാതിരി ഉള്ളത് അവിടെ വെക്കും. അതാണ്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ എന്തായാലും വെച്ചാൽ ഈ പഞ്ചലോഹവും പഞ്ചശിരസവും തമ്മിൽ തെറ്റിദ്ധരിച്ചു. ആളുകൾ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ സ്ഥാനത്ത് ഇത് കൊണ്ടുപോയി വെക്കും. അതൊരു റോങ് ആണത്. റോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരേണ്ടത് വാസ്തുപുരുഷ മണ്ഡലത്തിലാണ്. പടി എന്ന് പറഞ്ഞാൽ അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് മാത്രമല്ല, അത് കുറച്ച് മോശമായിട്ടാണ് ആ വീട്ടിന് വരിക. കാരണം ഇത് വേണ്ടത് വാസ്തുപുരുഷ മണ്ഡലത്തിലാണ്, അതിൻ്റെ ഉള്ളിലായിട്ട് വരണം. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനം പറഞ്ഞത് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ പ്രധാന വാതിൻ്റെ വലതുവശത്ത് നിലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എന്താ പറയുക, നമ്മളെ ബേസ്മെന്റ് അതിന് വെക്കണം. അധികം ആഴത്ത് പോകണ്ട, 1 ഇഞ്ചോ 2 ഇഞ്ചോ താഴ്ചയിലും മതി അത്. പിന്നെ അതിന് മേലെ ടൈലും വന്നു കഴിഞ്ഞാൽ അറിയില്ല ആണ്. പിന്നെ പറയാന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്ഥാനത്ത് വേണമെങ്കിൽ വെക്കാം. ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ നടുവാശം ഇവിടെ വെക്കാം. അതാണ് 2ാമത്തെ സ്ഥാനം. 3ാമത്തെ സ്ഥാനം പറയുന്നത്
മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബ്രഹ്മസ്ഥാനം, അതെവിടെയും ആകാം. 4ാമത്തെ പറയുന്നത് പൂജാമുറി. ഇങ്ങനെ ഈ 4 സ്ഥലത്തും വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. ഒന്ന് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് വരിക അതാണ് പ്രധാന വാതിലിൻ്റെ താഴെ, വലതുഭാഗത്ത് താഴെ വരുന്നതാണ് ഏറ്റവും എഫക്റ്റ്. അതുകൊണ്ട് കുറേ ഗുണമുണ്ടാവും. അത് മാത്രമല്ല, ഇനി അഥവാ എന്തെങ്കിലും ഒരു ഇതൊക്കെ വരികയാണെങ്കിൽ അതിനുള്ള ആ ദോഷഫലങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഇത് ഞാൻ പ്രത്യേകിച്ച് ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് എല്ലാവരും ഒന്ന് ആധികാരികമായിട്ടുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആളുകൾ വിശ്വാസത്തോടു കൂടിയാണല്ലോ ഓരോരോ വലിയ വലിയ ആളുകളുടെ അടുത്ത് പോണേ. അപ്പോൾ അവർക്ക് പോലും ഇത് കറക്റ്റായിട്ട് അറിയാണ്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ചില ആളുകൾ ചുമരുമ്മലൊക്കെ ഓട്ട ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ വെക്കണ കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് എൻറ്റയർലി റോങ് ആണത്. കാരണം ഇതിൻ്റെ ഉദ്ദേശം നമ്മളെ വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയും. അതായത് ഒരു സങ്കല്പമാണ്. അതായത് വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായിട്ട് ഒരു രൂപം കിടക്കുന്നതായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ 9 ദേവതകളുണ്ടെന്ന് അതിന് പറയും ഏകാശിതിവത വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയും. അപ്പോൾ ഈ ഇതിൽ കറക്റ്റായാലാണ് അവിടെ ഈ ദേവതകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എനർജീസൊക്കെ കറക്റ്റാകുക. അപ്പോഴാണ് അവിടേക്കെല്ലാം ആകർഷിക്കുക. അപ്പം അതിന് കണക്കായിട്ട് വേണം ഇതൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് പോയിട്ട് അതിനെക്കുറിച്ചിട്ട് അറിയാണ്ട് അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താവും, അപ്പം ചിലപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് നേരെ നെഗറ്റീവ് ആവും. അതുകൊണ്ടാണ് വാസ്തു നോക്കിയിട്ടും റിസൾട്ട് വരുന്നില്ല എന്നൊക്കെ ചിലവർ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് എന്തായാലും വന്നിരിക്കും. വാസ്തു നോക്കിയോ 100% റിസൾട്ട് വരും. പക്ഷെ തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു മോശമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം പ്രത്യേകിച്ച് ഏതായാലും ചോദിച്ചാൽ നന്നായി. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അതായത് ഈ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ടാകാന്ന് നല്ലൊരു എന്താ പറയുക രാജാവിൻ്റെ മാതിരിയാണോ, പ്രശ്നം വന്നു കഴിഞ്ഞാൽ എടുത്തെറിയണം, നല്ല ദീർഘായുസ് ഉണ്ടാവണം, അതുമാതിരി തന്നെ സ്ഥിരത ഉണ്ടാവണം, പിന്നെ ഒരുപാട് സമൃദ്ധി ഉണ്ടാവണം. വാസ്തുശാസ്ത്രം ഉപയോഗിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക. ഒരുപാട് നന്ദി. താങ്ക് യു.